പി ജയരാജൻ വധശ്രമ കേസിൽ ആർഎസ്എസുകാരായ 7 പ്രതികൾക്കും നോട്ടീസ് അയച്ചു സുപ്രീം കോടതി. പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ പി ജയരാജൻ നൽകിയ അപ്പീലിലാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത്. സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, പി ജയരാജനും സംസ്ഥാന സർക്കാരും ഈ ആവശ്യവുമായി കോടതിയെ സമീപിച്ചിരുന്നു. ഇപ്പോൾ വിവരങ്ങൾ എങ്ങനെ? അസ്ദ CPIM നേതാവായ പി ജയരാജനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതികളായ 7 പേർക്കുമാണ് ഇപ്പോൾ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുള്ളത്. പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ പി ജയരാജൻ നൽകിയ അപ്പീലിൽ സുപ്രീം കോടതി പ്രതികൾക്ക് നോട്ടീസ് അയക്കുകയായിരുന്നു. ഈ ഹൈക്കോടതി ശിക്ഷ നൽകാതെ വിട്ട പ്രതികൾക്ക് വാറന്റ് അയക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസിലെ നടപടികൾ വൈകിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും അപ്പീലുമായി മുന്നോട്ട് പോയത്. കേസിൽ മാർച്ച് 3-ാം തീയതി വിശദമായ വാദം കേൾക്കാൻ ജസ്റ്റിസുമാരായ സുധാൻഷു ദുലിയെയും വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. ഈ പി ജയരാജനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ വിചാരണ കോടതി ശിക്ഷിച്ച RSS പ്രവർത്തകരായിട്ടുള്ള 6 പ്രതികളിൽ ഒരാൾ ഒഴികെ ബാക്കി 5 പേരെയും ഹൈക്കോടതി വെറുതെ വിട്ടിരുന്നു. കേസിലെ 2-ാം പ്രതിയായിട്ടുള്ള ചിരുകണ്ടോത്ത് പ്രശാന്തിന്റെ ശിക്ഷയിൽ ഇളവ് നൽകുകയും ചെയ്തു. ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാരും പി ജയരാജനും സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്തായാലും ഈ പ്രതികൾക്ക് എല്ലാവരോടും ഇപ്പോൾ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുള്ളത്. ശരി, സ്വാതി സന്തോഷ് വിവരങ്ങൾ നൽകിയത്.